ഡെയിലി തോട്ട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശുദ്ധ റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്തിലിരിക്കുന്ന ആത്മമണ്ഡലത്തിനോട് പിന്നെയും പിന്നെയും പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ആത്മാവ് സാക്ഷ്യം പറയുന്നുവെങ്കിലും നമുക്ക് പലപ്പോഴും സാക്ഷ്യം പറയുവാനുള്ള നല്ല മനസ്സ് കടന്നു വരുന്നില്ല. തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ സാക്ഷ്യം പറയുകയാണ്. ആത്മാവായിരിക്കുന്നത് കൊണ്ട് ആത്മാവിനോട് സാക്ഷ്യം പറയുകയാണ്. തൻ്റെ സുവിശേഷ ദൗത്യത്തിൻ്റെ വലിയൊരു ഭാഗം താൻ വ്യക്തമായി പഠിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് നാം ആത്മാവിനോടല്ല മനുഷ്യനോട് നാം സാക്ഷ്യം പറയണം. ആത്മാവിനോട് സാക്ഷ്യം പറയുന്നെങ്കിൽ മനുഷ്യനോട് സാക്ഷ്യം പറയണം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ദൈവം എനിക്ക് അവകാശങ്ങളെ തന്നിരിക്കുന്നു. ദൈവം മക്കളെന്നുള്ള അവകാശത്തിലേക്ക് എന്നെ വേർതിരിച്ചിരിക്കുന്നു. അവകാശത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ അർഹതയില്ലാത്ത പല നന്മകളും അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നത്. അത് നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ നിങ്ങളുടേതായിട്ടുള്ള പ്രത്യേകത കൊണ്ടോ നിങ്ങൾക്ക് ലഭിച്ചതല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകൊണ്ട് ദൈവം നിങ്ങൾക്ക് തൻ്റെ അവകാശത്തെ നിങ്ങളുടെ അവകാശമാക്കി വേർതിരിച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കാം, സാക്ഷ്യമുള്ള ഒരു ജീവിതത്തിനായി സമർപ്പിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവം, ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനോട് സാക്ഷ്യം പറയുവാൻ ഉതകത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവരെ അങ്ങ് സഹായിക്കണം. കർത്താവ് നടത്തിയ വിധങ്ങൾ, ദൈവം കൊടുത്ത അവകാശങ്ങൾ, ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ, ദൈവമേ ഇവർ മറ്റുള്ളവരോട് പറയുവാൻ, മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഇവർ തീരുവാൻ സ്വർഗത്തിൽ ദൈവം ഇവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യത്തിനായിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യം ഈ നിമിഷം മുതൽ ദൈവാത്മാവ് ഇവർക്ക് നൽകണം. ഇവരെ ദൈവം അങ്ങ് ഉറപ്പിക്കണം, ഇവരെ ദൈവം അങ്ങ് ആശീർവദിക്കണം, ഇവരെ ദൈവം അങ്ങ് പണിയണം, ഇവരെ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹ തടസ്സങ്ങളെയും ശാസിക്കുന്നു. നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കും. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.